കെ സുധാകരൻ ഉയർത്തിയ കലാപത്തെ മറികടക്കാനുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പ്രതിരോധം ഒടുവിൽ തകരുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. മത്സരിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചതും ഡൽഹിയിലും കണ്ണൂരിലുമായി നടത്തിയ നാടകീയ നീക്കങ്ങളും കോൺഗ്രസ് രാഷ്ട്രീയത്തെ കലുഷിതമാക്കി. സ്വതന്ത്രനായി മത്സരിക്കുമെന്ന ഘട്ടം എത്തിയപ്പോഴാണ് ഹൈക്കമാൻഡ് നിലപാട് തിരുത്തിയത്. എംപിമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടെന്ന വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നിലപാടിനൊപ്പമായിരുന്നു AICC നേതൃത്വം. 5ലേറെ എംപിമാർ മത്സരിക്കാനുള്ള ആഗ്രഹത്തിലായിരുന്നെങ്കിലും പരസ്യമായി പ്രഖ്യാപിച്ചത് കെ സുധാകരൻ. 110% ഉണ്ട്. ഉറപ്പ്. കണ്ണൂരിൽ കെ സുധാകരൻ ഉണ്ടാവും. മത്സരിക്കും. തൊട്ടടുത്ത ദിവസം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി കെ സുധാകരൻ ഡൽഹിയിൽ. മത്സരിക്കണമെന്ന കെ സുധാകരന്റെ ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് നേതൃത്വം. കണ്ണൂരിലേക്ക് മടങ്ങിയ കെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ ചർച്ചയായി. കണ്ണൂർ ഹൃദയരക്തമെന്ന് സുധാകരൻ. സുധാകരൻ വഴങ്ങില്ലെന്ന് കണ്ട നേതൃത്വം വീണ്ടും ഡൽഹിക്ക് വിളിപ്പിച്ചു. അങ്ങനെ ചൊവ്വാഴ്ച വീണ്ടും ഡൽഹിയിൽ. എംപിമാർക്കുള്ള വസതിയായ ഗോദാവരിയിലെ 301 നമ്പർ ഫ്ളാറ്റിൽ നിർണായക തീരുമാനങ്ങൾക്ക് സുധാകരൻ തയ്യാറെടുത്തു. നേതാക്കളെ കാണാൻ കെ സുധാകരൻ പുറത്തിറങ്ങിയില്ല. രമേശ് ചെന്നിത്തലയും MK രാഘവനും സുധാകരനെ കാണാൻ ഫ്ളാറ്റിലേക്ക്. സുധാകരൻ ഒരു സീനിയർ നേതാവാണ് നമ്മുടെ പാർട്ടിയുടേത്. അദ്ദേഹത്തോട് സംസാരിക്കുന്ന എന്താ വലിയ അത്ഭുതം എന്താണ്? ഞങ്ങളൊക്കെ സംസാരിക്കും അദ്ദേഹത്തോട്. ഞാൻ നിരന്തരമായിട്ട് ഇപ്പോഴും സംസാരിക്കുന്ന വ്യക്തിയാണ്. ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെയുമായി നടന്ന ചർച്ചകളിലും നേതൃത്വം നിലപാട് മാറ്റിയില്ല. ഒരു പ്രശ്നവുമില്ലെന്ന് ചർച്ച കഴിഞ്ഞെത്തിയ നേതാക്കൾ. അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവല്ല, എൻ്റെ കൂടി നേതാവാണ്. ഞാൻ അദ്ദേഹമായിട്ട് നിരന്തരമായി സമ്പർക്കത്തിലുണ്ട്. അദ്ദേഹമായിട്ട് സംസാരിക്കാറുണ്ട്, എപ്പോഴും സംസാരിക്കാറുണ്ട്. അതൊരു വാർത്തയാണ്. എന്നാൽ കെ സുധാകരൻ കടുത്ത തീരുമാനത്തിലേക്ക് കടന്നു. തനിക്ക് തന്റെ വഴിയെന്ന് KC വേണുഗോപാലിനെ നിലപാടറിയിച്ച് പാർട്ടിയോട് ഗുഡ് ബൈ പറയുമെന്ന് സൂചന നൽകി. കോൺഗ്രസ് നേതൃത്വം അമ്പരന്നു. കണ്ണൂരിൽ സുധാകരൻ അനുകൂലികൾ ഇളകി. പിന്നാലെയാണ് മുതിർന്ന നേതാവ് AK ആന്റണിയുടെ നിർണായക ഇടപെടൽ. അതോടെ കോൺഗ്രസിലെ സുധാകര കലഹത്തിന് ഏതാണ്ട് പരിസമാപ്തി. ഇലക്ഷൻ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.